ഡൽഹി സ്ഫോടനത്തിൽ പാക് ബന്ധത്തിന് സ്ഥിരീകരണം. ചാവേറായ ഉമർ നബി പാകിസ്ഥാനിലെ ഭീകരരുമായി ബന്ധപ്പെട്ടിരുന്നു. ഉമർ നബി സ്വയം വിശേഷിപ്പിച്ചത് അമീർ എന്നായിരുന്നു. സംഘത്തിലെ പ്രധാനിയാണ് ചാവേറായ ഉമർ നബി എന്നും അന്വേഷണ സംഘം. വിവരങ്ങൾ നന്ദഗോപൻ നൽകും. നന്ദൻ, വളരെ നിർണായകമായ വിവരമാണ് ലഭിക്കുന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് സഹായം ലഭിച്ചത് എന്ന് ഏതാണ്ട് വ്യക്തമായ കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. രാഖി, ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള ഡോക്ടർ മുസമ്മൽ അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഉമർ നബിയെ സംബന്ധിച്ചാണ്. ഉമർ നബി ആയിരുന്നു ഈ സംഘത്തെ നയിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും ഇതിൽ പ്രധാനി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ബോധ്യമായിരിക്കുന്നത്. ഈ ഉമർ നബി അയാളെ സ്വയം വിശേഷിപ്പിച്ചത് അമീർ എന്നായിരുന്നു. ഈ ഓപ്പറേഷൻ അമീർ എന്ന് പേര് നൽകുവാൻ വേണ്ടിയും ഉദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരുന്ന വിവരങ്ങൾ. ഇയാളൊരു ബുദ്ധിജീവി കണക്കെയായിരുന്നു ഇയാളുടെ ഒരു രീതിയൊക്കെ. ഇയാൾ എപ്പോഴും സദാ ഈ മതപഠനത്തെപ്പറ്റി ക്ലാസുകൾ നൽകിക്കൊണ്ടിരുന്നു. അതേപോലെ തന്നെ ഇത്തരം തീവ്രവാദ ആശയങ്ങളുള്ളവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് ഇത്തരം തീവ്രവാദ ആശയങ്ങൾ അവരിലേക്ക് കൂടുതലായി കുത്തിവെക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ഉമർ നബിയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഉമർ നബി ആയിരുന്നു ഈ സംഘത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ ചേർക്കുന്നതിനായിട്ട് നിരന്തരം അത്തരം പരിശ്രമങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഈ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു മൊഡ്യൂളിനെ നിയന്ത്രിച്ചത് തന്നെ ഉമർ നബി ആയിരുന്നു, ഈ ചാവേറായ ഉമർ നബി ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ബോധ്യമായിരിക്കുന്നത്. ഇയാൾ നിരന്തരം പാകിസ്ഥാനിലെ ചില ഭീകരവാദികളുമായി, ജെയ്ഷ് മുഹമ്മദിന്റെയും അതേപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ തന്നെ ഭീകരവാദികളുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്കും അതേപോലെ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരണത്തിലേക്കും ഒക്കെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ പങ്ക് അത് തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ തെളിവ് ശേഖരണത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ള മുസമ്മിലടക്കമുള്ളവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയുടെയും അതേപോലെ തന്നെ ഹരിയാനയുടെയും വിവിധ ഭാഗങ്ങളിൽ NIA നേതൃത്വത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ്. ഒപ്പം തന്നെ ചിലരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. രാഖി, എന്തായാലും ഡൽഹി ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉമർ നബി നിരന്തരം പാക് ഭീകരരുമായി ബന്ധപ്പെട്ടിരുന്നു. ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകിയത് നന്ദനാണ്. നന്ദൻ, തുടരുക.